Good morning, sir. Yes, Josmi, good morning. Good morning, sir. Good morning, sir. Yes, Revati Jay, Reshma, Kia, Aishwarya Selvan. Good morning. Sir. Good morning, sir. Okay, with Rasmi, Ramsi, good morning. Sir, prayer പറയട്ടെ. Yes, prayer ചെല്ലുക അപ്പോൾ ആൾക്കാരൊക്കെ വരുമെന്ന് വിചാരിക്കാം. Lord, help me to remember that nothing is going to happen to me today that you and I together can't handle. Amen. Yes, nothing bad will happen to me. അല്ലേ? എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കാന്ന് വിചാരിക്കാം. അല്ലേ ജോസ്മി? അതെ സർ. Yes, okay, okay. എന്ത് കാര്യം നടക്കാതിരുന്നാലും നടന്നാലും അതെല്ലാം for our goodness നന്മക്കാന്ന് വിചാരിക്കാം. Okay. Then signing on. സാർ ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. Yes, very good. The best brains of the nation may be found on the last benches of the classroom. Oh, അടിപൊളിയാണല്ലോ. ഒന്നുകൂടി പറഞ്ഞേ. The best brains of the nation may be found on the last benches of the classroom. കറക്റ്റ് ആണ്. ഇപ്പൊ അതുകൊണ്ടാണ് റൊട്ടേഷൻ ആക്കിയേക്കണത്. യെസ്, കറക്റ്റ് ആണ്. പലപ്പോഴും പരീക്ഷയിൽ വിജയിക്കുന്നത് ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവരും ജീവിതത്തിൽ വിജയിക്കുന്നവരും ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവരെ അല്ലേ? പരീക്ഷ വിജയിക്കുന്നവരെ ഒരുപാട് പേര് ഫസ്റ്റ് ബെഞ്ചിൽ കണ്ടതാണ്, ഫുൾ എ പ്ലസ്. പക്ഷെ ജീവിതത്തിൽ വിജയിച്ച് കണ്ടേക്കുന്നവര് ഇവര് വിജയിച്ചിട്ടില്ലെന്നുണ്ട്, വിജയിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും കുറെ ഇരിക്കുന്നവര് ഒരു ഘട്ടം കഴിയുമ്പോൾ അവര് വേറെ ലെവലാവും. യെസ്, കറക്റ്റ് ആണ്. നല്ല തോട്ട് കേട്ടോ, നല്ല സംഗതിയാണ് ജോസ്മി പറഞ്ഞത്. എന്താണ് അച്ചു? യെസ്, പറഞ്ഞോളൂ. Honorable job, sir. Respected teachers, dear friends. A warm welcome to all of you to this Montessori TTC class. As well, embark on this new lesson. Journey, let's us make forward to world of knowledge and possibilities. My jobs are guidance and encouragement be an assist to our journey. Thank you, sir. ഓ, വെരി ഗുഡ്, വെരി ഗുഡ് അച്ചു. ഓ, നല്ല വാക്കുകൾക്ക് അച്ഛന് പ്രത്യേക നന്ദി. യെസ്, വെരി ഗുഡ്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇനി ആരും വരൂല്ലാന്ന് വിചാരിക്കാം. 35. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു റോൾ മോഡലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ ആ എക്സസൈസിലോട്ട് നമുക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് നടത്താം. അപ്പൊ നമ്മള് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഡേ ആൻഡ് ഡേറ്റ്, സ്പെസിഫിക് പാർട്ട് ഓഫ് ദ ഡേ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു പ്രിപ്പോസിഷനാണ് ഇൻ. ഇൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ, അകത്ത് എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ഉപയോഗിക്കുന്നത്. ഇത് കറക്റ്റ് വേറൊരു കാര്യത്തിൽ ഉപയോഗിക്കും, ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ 1998, 2005 ഇതൊരു പീരീഡാണ്. 2005 എന്ന് പറയുമ്പോൾ 2005 ജനുവരി മുതൽ 2005 ഡിസംബർ വരെയുള്ള ആ പീരീഡ്. ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വർഷത്തിന്റെ മുന്നിൽ എപ്പോഴും ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് പറയാം ഷി വാസ് ബോൺ ഇൻ 2006.
6-ലാണ് അവൾ ജനിച്ചത്. ഇൻ 2006. വർഷം പറയുമ്പോൾ എപ്പോഴും അതിന് തൊട്ട് മുന്നിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇന്നായിരിക്കും. ഇൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ യൂസ്ഡ് ഫോർ ദ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിന്റെ കൂടെ ഇത് ഉപയോഗിക്കുന്നു. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. വർഷത്തിന്റെ മുന്നിൽ എപ്പോഴും ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെയും എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ട് നമ്മൾ പറയാറില്ലേ, വൈകുന്നേരം ഇൻ ദ ഈവനിങ്, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് പറയാം അതൊരു ലെങ്ത് ഓഫ് ടൈമാണ്. ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു, ആ പ്രോജക്റ്റ് ഒരു ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് പറയാം യു ഷുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഇൻ 1 വീക്ക്. ഇൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ടൈം. സമയത്തിന്റെ ഒരു ലെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 2 കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് ടൈമിനെ കാണിക്കും, സമയത്തിന്റെ ദൈർഘ്യം. യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 വീക്ക്, അല്ലെങ്കിൽ യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 ഡേ, ഒരു ദിവസത്തിന്റെ ഉള്ളിൽ പൂർത്തിയാക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇൻ ഈസ് എ ലെങ്ത് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. യെസ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രിപ്പോസിഷനാണ് ഡ്യൂറിങ്. DURING, ഡ്യൂറിങ്. ഈ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇടയ്ക്ക് എന്നാണ്. ഇടയ്ക്ക്. യെസ്. ഇപ്പൊ നമുക്ക് പറയാം ഞാൻ PTA മീറ്റിൽ പങ്കെടുത്തതിന്റെ ഇടയ്ക്ക് ഫോൺ ചെയ്തു, അല്ലെ? അപ്പൊ PTA മീറ്റിംഗിന്റെ ഇടയ്ക്ക്, ഡ്യൂറിങ് ദ PTA മീറ്റിംഗ് അല്ല, PTA മീറ്റിംഗിന്റെ ഇടയ്ക്ക്, ഡ്യൂറിങ് ദ പ്രയർ, പ്രാർത്ഥനയ്ക്കിടയിൽ, ഇടയ്ക്ക് അല്ല. അപ്പൊ അങ്ങനെ എപ്പോഴും നമുക്ക് ഇടയ്ക്ക് എന്ന് പറയുന്നത് വേറൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് ഏത്? ഡ്യൂറിങ്. അപ്പൊ ഡ്യൂറിങ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇടയ്ക്ക്. ഇടയ്ക്ക്, ഇടയിൽ നിന്നല്ല, ഇടയ്ക്ക്. യെസ്. ഓക്കെ. ഡ്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്ക്, നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ കാര്യം ചെയ്യില്ല. യെസ്. വൈൽ സീയിങ് ദ ഫിലിം ആൻഡ് ഡ്യൂറിങ് ദ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഐ ടെലഫോൺഡ് ടു മൈ ഫ്രണ്ട്, ഞാൻ എന്റെ സുഹൃത്തിന് ഫോൺ ചെയ്തു. ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ സുഹൃത്തിന് ഫോൺ ചെയ്തു. യെസ്. അപ്പൊ നമുക്ക് പറയാം ഡ്യൂറിങ് എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം ഇടയ്ക്ക്. കേട്ടോ? ഡ്യൂറിങ് ദ PTA മീറ്റിംഗ് ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. PTA മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. ഡ്യൂറിങ് ദ മീറ്റിംഗ് ഐ കൺസൾട്ടഡ് വിത്ത് ദ ഡോക്ടർ. മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചെയ്ത കാര്യം, ആ ഇടയ്ക്ക് എന്ന് അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. യെസ്. അടുത്ത മറ്റൊരു പ്രിപ്പോസിഷനാണ് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷന് നമ്മൾ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ബൈ മീ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ബൈ മീ മീൻസ് എന്നാൽ. എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ഇതാരാണ്? ബൈ, ഞാനാണ് എന്ന് പറയുന്നത്. ബൈ മീ, ബൈ ആണ് അറിയുന്നത്. ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ബൈ എന്നാണ്. ഒരു സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ ബൈ എന്നാണ്. ബൈ എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കും. അതാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ ബൈ എന്ന് പറയുന്നതിന്റെ പേര്. ഇനി ഈ ബൈ എന്ന് പറയുന്ന പേര് ഒരു ലേറ്റസ്റ്റ് ടൈം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ടൈം പറയുന്നു. യെസ്. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ബൈ 10 o'clock.
10 മണിക്കുള്ളിൽ, ലാസ്റ്റ് ടൈം അല്ലെ, 10 മണിക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കും. 10 മണി എന്ന് പറയുമ്പോൾ പിന്നെ 10 ഒന്നില്ല, 10 ഉള്ളൂ അല്ലെ. ബൈ 10 o'clock. അപ്പൊ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു ഷോ ദ ലേറ്റസ്റ്റ് ടൈം. ഒരു ലേറ്റസ്റ്റ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ ആൺപിള്ളേരോട് അച്ഛൻ പറയും, യു ഷുഡ് ബി ഹോം ബൈ 9 o'clock. 9 മണിക്ക് വീട്ടിലുണ്ടാകും. ബൈ 9, അത് വിട്ടു പോകാൻ പാടില്ല. അതിന് മുമ്പാവും. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടൈം 9 മണി. 9 മണിക്ക് വീട്ടില് ഇന്ന സംഗതി ആരംഭിക്കുക. അപ്പൊ ഉപയോഗിക്കേണ്ട നേരോട് ആ സമയത്ത് വീട്ടിലുണ്ടാകണം, പുറത്ത് ഇറങ്ങിയാലും പാടില്ല. യെസ്, യു ഷുഡ് ബി ഹോം ബൈ 9. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും കഴിഞ്ഞ് പോകാൻ പാടില്ലാത്ത. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു കട്ടൻട്രി ആയിട്ട് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ, ഇന്ന സമയത്തിനുള്ളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈ എന്ന് പറയുന്ന പൊസിഷൻ. യെസ്, വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. ഓക്കെ, വിത്തിൻ ഉള്ളിൽ. ശരിയാണ്. ഓക്കെ, ഉള്ളിൽ നിന്നുള്ളത്. ഓക്കെ, അപ്പോ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മളിത് കുറെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഡി ആകും. യെസ്. ഇനി അടുത്ത് നമുക്ക് വേറൊരു പ്രിപ്പോസിഷൻ പറയുന്നത് ഫോർ എന്നാണ്. ഫോർ മീ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ മീ മീൻസ് എനിക്ക് വേണ്ടി. ഫോർ യു നിനക്ക് വേണ്ടി. ഫോർ ദ ഫാമിലി കുടുംബത്തിന് വേണ്ടി. അപ്പൊ ആ ഫോർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ചില സന്ദർഭങ്ങളിൽ ഫോർ എന്ന് പറയുന്ന വേർഡിന് ബിക്കോസ് എന്ന അർത്ഥം വരാറുണ്ട്. ബിക്കോസ് ഫോർ എന്ന് പറയുന്ന വേർഡ് ബിക്കോസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. യെസ്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാനായിട്ട്. പീരീഡ് ഓഫ് ടൈം നമ്മൾ പറയുന്നത് അരമണിക്കൂറായി അവൻ വെള്ളത്തിന്റെ അടിയിലാണ്. ഹി ഹാസ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂറായി അവൻ വെള്ളത്തിന്റെ അടിയിലാണ്. ആ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ അതൊരു പീരീഡ് ഓഫ് ടൈമാണ് അല്ലെ. 30 മിനിറ്റ് അരമണിക്കൂർ, അതൊരു പീരീഡാണ്. അതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. 1 മുതൽ 30 വരെ ഉള്ള മിനിറ്റ്. അപ്പൊ അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ വീട്ടില് 6 വർഷമായിട്ട് അവൻ താമസിക്കുന്നുണ്ട്. He has been living in this house for 6 years. For 6 years. For 6 years എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഫോർ. ഇതിനെ കൂടി ചേർത്ത് വെച്ച് പറയാവുന്ന വേറൊരു പ്രിപ്പോസിഷനാണ് സിൻസ്. സിൻസും സമയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സിൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമാണ്. അരമണിക്കൂറായി അവൻ വെള്ളത്തിന്റെ അടിയിലാണ് എന്ന് പറയുമ്പോൾ ഫോർ വരും, അരമണിക്കൂർ പീരീഡ് ഓഫ് ടൈം. പക്ഷേ 10 മണി മുതൽ അവൻ വെള്ളത്തിന്റെ അടിയിലാണെന്ന് പറയുമ്പോൾ അവിടെ സിൻസ് 10 o'clock വരും. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ, ഒരു കറക്റ്റ് പോയിന്റ് പറയണം. അവിടെ മുതൽ എവിടം വരെ എന്ന് പറയില്ല. ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ സിൻസ് ആയിരിക്കും. മറിച്ച് എ പീരീഡ് ഓഫ് ടൈം സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? ഫോർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ 6 years. 6 വർഷമായിട്ട് അവരിവിടെ ജീവിക്കുകയാണ്. ആ 6 വർഷം എന്നുള്ളതിന് പകരം നമ്മൾ 6 വർഷം 2026 നിന്ന് മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് 2000. ഇപ്പൊ 2000 മുതൽ അവരോട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഫോർ വരില്ല, സിൻസ് വരും. ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2000.
കാരണം 2000 മുതൽ ജീവിക്കുന്നു. അന്ന് മുതൽ എന്ന് വരെ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ അവിടെ സിൻസ് ആയിരിക്കും. ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, അത് നോക്കിയതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് റെഡിയാക്കി നോക്കുക. യെസ്, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് എക്സസൈസിലോട്ട് നമുക്കൊന്ന് പോകാം. യെസ്, അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പ്രിപ്പോസിഷൻ ഇല്ലേ, ആ മീ വെച്ചിട്ട് എഴുതിയ പ്രിപ്പോസിഷൻ ഇല്ലേ, അതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇതിനകത്ത് വരിക കേട്ടോ. പരീക്ഷയ്ക്ക് വരുമ്പോൾ അത്ര ഉണ്ടാവില്ല, 3 എണ്ണം ഉണ്ടാവുള്ളൂ. ആ 3 എണ്ണത്തിൽ തൊട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മളൊരു വിശാലമായ ക്യാൻവാസിലിട്ട് പിടിക്കണം. അപ്പൊ നമ്മള് ഒരു 10ാം ക്ലാസ്സിലെ പുസ്തകം വായിച്ചിട്ട് പിന്നെ നമ്മൾ 5ലെ പുസ്തകം വായിക്കുമ്പോൾ അതിന് എളുപ്പമായിരിക്കില്ലേ? അപ്പൊ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത് പറയാതെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. മറ്റേതങ്ങനെ 2ലും 3 എണ്ണം തന്നിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, എഴുതിക്കും. I was born, B-O-R-N, born dash മന്നാർ, മൂന്നാറിലിട്ട മന്നാർ, MANNAR, M ക്യാപിറ്റൽ മന്നാർ, കോമ a small village dash Kerala, comma, but now I live, L-I-V-E, live dash Delhi. Okay, I will repeat the question. I was born dash Mannar, comma, a small village dash Kerala, comma, but now I live dash Delhi, D capital. യെസ്, നിങ്ങൾ പൂരിപ്പിച്ചോ? ഇഷ്ടമുള്ളത് വെച്ച് പൂരിപ്പിച്ചോ? പൂരിപ്പിച്ചു കഴിഞ്ഞിട്ട് ജോസ്മി പറഞ്ഞാൽ മതി ആൻസർ. എന്നിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരെണ്ണം പൂരിപ്പിച്ചോ? തെറ്റിക്കോട്ടെ, തെറ്റി നമുക്ക് വെട്ടി എഴുതാമല്ലോ. ഒരെണ്ണം പൂരിപ്പിച്ചോ? സാർ, പറഞ്ഞോളൂ. ആദ്യത്തെ ഇന്നല്ലേ വരാ? ജനിച്ച വർഷം വരുമ്പോ ബോണിൻ അല്ലേ, അങ്ങനെയല്ലേ വരാ? വർഷോടെ എത്ര പറഞ്ഞേക്കണേ? വർഷം പറഞ്ഞിട്ടില്ല അല്ലേ? അവിടുന്നൊക്കെ ഇങ്ങനെ പോലെ കേട്ടാ. സോറി സാർ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതായിട്ടാണോ അപ്പൊ സാറ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞതും ഇതിനു മുമ്പ് പറഞ്ഞതും എത്തിച്ചാൽ നമ്മൾ ആ മീ വെച്ച് എഴുതിയേക്കുന്നതിന് കൂടെ എഴുതി അതല്ല, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വരുമ്പോ ശരിയാവും. ആണോ? അത് തന്നെ. അപ്പൊ ടു ഇൻ ഔട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? ഇൻ, ബൈ, ഓൺ, ഫോർ, അബൌട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വരിക.
സാർ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആ അപ്പൊ ഞാൻ പാസ് ചെയ്യട്ടെ ജോസ്മി? പാസ് ചെയ്തു സർ. പാസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അച്ചു പറഞ്ഞോളൂ. I was born on Mannar, ആ a small village in Kerala, ആ but now I live by Delhi. ഒരെണ്ണം ഇതിനകത്ത് ശരി, ഒരെണ്ണം കറക്റ്റാണ്, രണ്ടെണ്ണം തെറ്റിയിട്ടുണ്ട്. ഏതാണ് തെറ്റിയത് ഏതാണ് ശരിയെന്ന് ഞാൻ പറയാം. യെസ്, അതിന് മുമ്പ് രേഷ്മക്ക് ഒരു ചാൻസ് കൊടുക്കുക. രേഷ്മ പറയൂ. ഇന്നു ബയ്യുവല്ലേ സാറേ തെറ്റിയത്? യെസ്, ഓക്കെ ഓക്കെ, നമുക്ക് പറയാം, നമുക്ക് റെഡി ആയിട്ട് വരാം പഠിക്കുന്നത്. രേഷ്മ, കാരണം ചില മനസ്സിലുണ്ടാവുമല്ലോ, അപ്പൊ അതൊന്ന് പറയട്ടെ. യെസ്, പറഞ്ഞോളൂ രേഷ്മ. I was born on Mannar, ആ a small village. എ സ്മോൾ വില്ലേജ്. അപ്പൊ രേഷ്മ ഉദ്ഭിച്ച് വെച്ചിട്ടുണ്ടായില്ല, പറയൂ. യെസ് നയന, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ റെഡിയാവും. പല പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ റെഡിയാവും. ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓടി വരും. എപ്പോഴും കാര്യം ഓർത്തിരുന്നു, നമ്മളെപ്പോഴും രണ്ട് സ്ഥലം പറയുമ്പോൾ, അത് രണ്ട് സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളില്ലേ, കോമൺ ആയിട്ട് അറിയാം, അതൊക്കെ ഇൻ വെച്ച് പറയാം. അറിയപ്പെടാത്ത എല്ലാ സ്ഥലങ്ങളും നമുക്ക് അറ്റ് പറഞ്ഞാൽ മതി. അറ്റ് പറഞ്ഞാൽ മതി. രേഷ്മയുടെ നാട് എവിടെയാണ്? കടമക്കുടി. കടമ്പക്കുടി. കടമ്പക്കുടിയിൽ എവിടെ ജനിച്ച്? അപ്പൊ പറയാം, കടമ്പക്കുടി നമുക്ക് അങ്ങനെ വലിയ ഇപ്പൊ പ്രശസ്തിയായതാണ് ആ പാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോ. അപ്പൊ നമുക്ക് പറയാം, രേഷ്മക്ക് പറയാം, അറ്റ് കടമ്പക്കുടി. ഞാൻ ജനിച്ചത് എവിടെയാണ്? കടമ്പക്കുടി. ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ സ്ഥലം പറയുന്നു. അത് എവിടെയാണത്? ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. ഉണ്ടോ? എറണാകുളം ജില്ലയിൽ കടമ്പക്കുടി. ഓക്കെ, അതുപോലെ ഈ മന്നാർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയില്ല, വളരെ ചെറിയ സ്ഥലമാണ്. അവിടെ ഇന്നല്ല വരാൻ, അവിടെ അറ്റാണ് വരാൻ. നിയമം ഇതാണ്, ചെറിയ സ്ഥലങ്ങൾ എപ്പോഴും, അറിയപ്പെടാത്ത സ്ഥലങ്ങൾ എപ്പോഴും അറ്റായിരിക്കും. അപ്പൊ അറ്റ് മന്നാർ. അറ്റ് മന്നാർ വില്ലേജ് കേരളത്തിൽ. കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇൻ കേരള. ഇൻ കേരള. ബട്ട് നൗ, ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ ജീവിക്കുന്നു. ഡൽഹിയിൽ. ഇൻ ഡൽഹി. കറക്റ്റാണ്, ഇന്നാണ്. അപ്പൊ രണ്ടെണ്ണത്തിന് ഇന്നും ഒരെണ്ണത്തിന് അറ്റും വരും കേട്ടോ. ഐ വാസ് ബോൺ അറ്റ് മന്നാർ, എ സ്മോൾ വില്ലേജ് ഇൻ കേരള, ബട്ട് നൗ ഐ ലിവ് ഇൻ ഡൽഹി. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് ഐശ്വര്യക്ക് തരാം. നോക്കിക്കോളൂ. ഡാഷ് the morning comma father goes, GOES, goes dash. സാർ ഒന്നും കൂടി പറയോ, കോൾ വന്നു. ഓക്കെ ഓക്കെ, പറയാം. Dash a walk, WALK, walk. Okay, I will repeat the question. Dash the morning, comma father goes, GOES, goes dash a walk. Dash the morning father goes dash a walk. ഐശ്വര്യ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. During the morning, father goes for a walk. ആദ്യത്തിന് എന്താണ്? During.
ഡ്യൂറിങ് ദ മോർണിംഗ് അപ്പൊ എന്തായി അർത്ഥം? കടിക്കുന്നില്ലേ രാവിലെ ഇടക്ക്? In the morning. Every morning. അത് മുഴുവനായിക്കാൻ ഫില്ല് ചെയ്യ്, എന്നിട്ട് ഞങ്ങൾ പറയാം. In the morning, father goes for a walk. വെരി ഗുഡ്, കറക്റ്റ്. A+ നേടിയിരിക്കുന്നു. യെസ്. പ്രഭാതത്തിൽ അച്ഛൻ നടക്കാൻ വേണ്ടി പോകുന്നു. പ്രഭാതത്തിൽ ഇൽ വന്നു പ്രിപ്പോസിഷൻ. ഇൻ ദ മോർണിംഗ് കറക്റ്റ് ആണ്. ഇൻ ദ മോർണിംഗ് ഫാദർ ഗോസ് പോകുന്നു. ഫോർ എ വാക്ക്. ഫോർ എ വാക്ക് കറക്റ്റ് ആണ്. രാംസി, അടുത്തത് രാംസിന്റെ ടേൺ ആണ് കേട്ടോ. യെസ്, എഴുതിക്കോ. I begin, BEGIN, begin my day, DAY, my day dash a cup of, ACUP, cup of coffee, 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 prepared, PARED, prepared dash my mother, dash my mother. I will repeat the question. I begin my day dash a cup of coffee prepared dash my mother. രാംസി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ചോളൂ. എല്ലാവരും ഫില്ല് ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിലുള്ളതാണ് ഫില്ല് ചെയ്യും. തെറ്റാണെന്ന് തെറ്റിക്കോട്ടെ, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒന്നുകൂടി പറയോ ക്വസ്റ്റ്യൻ? ഉള്ള വീഡിയോ. I begin my day dash a cup of coffee prepared dash my mother. കിട്ടില്ല സർ. എന്തെങ്കിലും വെക്ക് രാംസി, കുഴപ്പമില്ല, എന്തെങ്കിലും വെക്ക്, ഇഷ്ടമുള്ള വെക്ക്. ഒരു നോട്ടത്തില് നമ്മൾ നോക്കുമ്പോൾ കിട്ടണമെന്ന് വെക്ക്. പരീക്ഷയ്ക്ക് കുഴപ്പമില്ല, അവരടിയിൽ 3 ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. 3-4 ആൻസർ അടിയിലുണ്ട്, അതിൽ നിന്ന് ഇതിപ്പോ നമ്മൾ കടൽ പോലെ എടുക്കുക, അതിൽ നിന്ന് എടുത്ത് വെക്കുന്നത് അർത്ഥം നോക്കിയിട്ട്. ഇവിടെ നിങ്ങൾ വിജയിച്ച മറ്റേത് നിങ്ങൾ പ്രൊപ്പോസിഷൻ പഠിക്കണ്ട. യെസ്. അമ്മ റെഡിയാക്കി തരുന്ന 1 കപ്പ് ചായ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നു. ഇതിലും കൂടുതൽ ഞാൻ ഇനി പറയാ ശരിയാവില്ല അല്ലേ? എനിക്ക് 2-3 ക്ലാസ് മുമ്പത്തെ കേൾക്കാനുണ്ട്, ക്ലിയർ ആയി വന്നോളൂ. യെസ്, ഓക്കെ 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 യെസ്. അപ്പൊ കെന്നഡിക്ക് എന്നെ ചാൻസ്. Okay, sir. I begin my day during a cup of coffee prepared by my mother. ഒരെണ്ണം ശരിയാണ്, ഒരെണ്ണം തെറ്റിപ്പോയി. During തെറ്റിപ്പോയി അല്ലേ? During. അത് ഓക്കെ. അപ്പൊ സ്വയം ബോധ്യപ്പെട്ടു അല്ലെ? അപ്പൊ ഒരു വിഷയത്തോട്ട് വരാം. വെരി ഗുഡ് കേട്ടോ. യെസ്, അപ്പൊ വിഷയത്തോട്ട് വരാം. ഓക്കെ. ഐ ബിഗിൻ, ഞാൻ ആരംഭിക്കുന്നു. മൈ ഡേ, എന്റെ ദിവസം ഞാൻ ആരംഭിക്കുന്നു 1 കപ്പ് ചായ കൊണ്ട്. വിത്ത് എ കപ്പ് ഓഫ് ടീ. ഓക്കെ അലീമ, വിത്ത് എ കപ്പ് ഓഫ് ടീ, 1 കപ്പ് ചായ കൊണ്ട്. പ്രിപ്പയർഡ്,
അത് നമ്മൾ പറഞ്ഞു നേരത്തെ. ആരെങ്കിലും ഒരാൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാല് ബൈ ഞാൻ, ആരെങ്കിലും വരച്ചു കഴിഞ്ഞാല് ബൈ ഞാൻ. ആ പെയിന്റ് അടിക്കുക വരയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ചായ ഉണ്ടാക്കാന്നാണ്. ബൈ മൈ മദർ. യെസ്, കറക്റ്റ്. ബൈ മൈ മദർ. യെസ്. അച്ചു, അടുത്ത അച്ചുവിന്റെ പേര്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, സാറ് പറഞ്ഞില്ലേ സ്പെസിഫിക് ഡേറ്റിനെയോ അല്ലെങ്കിൽ ഡേറ്റിനെയോ കൃത്യമായി പറയുന്നതാണ് ഓൺന്ന്. അതല്ലേ ശരി? ഇവിടെ ഐ ബിഗിൻ മൈ ഡേ ഓൺ. ഓൺ ഞാനിവിടെ പറഞ്ഞില്ലല്ലോ. അല്ല, അതല്ലേ ശരി? എനിക്ക് ക്ലിയർ ആയില്ല, ഒന്ന് പറഞ്ഞ. ആർക്കെങ്കിലും എന്താണ് ഐശ്വര്യ ഉദ്ദേശിച്ചത്? അല്ല, അച്ചു ഉദ്ദേശിച്ചത് പിടികിട്ടിയ? അവർ ചോദിക്കുന്നത് വിത്തിന്റെ അവിടെ ഓൺ ഓൺ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് ശരിയാകുമോ? ഓൺ ഓൺ വിത്ത് ഐ ബിഗിൻ മൈ ഡേ വിത്ത് എന്നല്ലേ സർ പറഞ്ഞേ? അവിടെ ഓൺ ഓൺ ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഓൺ എ കപ്പ് ഓഫ് ടീ എന്ന് പറയില്ല. വിത്ത് കപ്പ് ഓഫ്, ഒരു കപ്പ് ചായ കൊണ്ട് ഞാൻ എന്റെ പ്രഭാതം കൊണ്ട് എന്ന് വരുമ്പോ അവിടെ വിത്ത് ആവുന്നു. അല്ല, ഇപ്പൊ സാർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ സ്പെസിഫിക് ഡേനെയോ അല്ല ഡേറ്റിനെയോ സൂചിപ്പിക്കുന്നതാണ് ഓൺന്ന്. അല്ല, എനിക്കത് പിടിയിട്ടില്ല, അത് എലിജിബിൾ ആയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താ പറഞ്ഞത്? അത് ആ സെന്റൻസുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഓൺ വെച്ച് പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയാമോ? ഓൺ വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് എ സ്പെസിഫിക് ഡേ പറഞ്ഞു. അപ്പൊ ഓൺ മൺഡേ, ഓൺ 15th August അങ്ങനെ പറഞ്ഞു. യെസ്. അല്ലാതെ ഓൺ മോർണിംഗ് എന്ന് പറഞ്ഞ അതിന്റെ അത് സംഗതി വന്നിട്ടില്ലല്ലോ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സംശയം നല്ലതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചിന്തിക്കുമ്പോഴാണ് സംശയം ഉണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്ത് അച്ഛന് വരാം. യെസ്, ശ്രദ്ധിച്ചോളൂ. ഡാഷ് ഡാഷ് ദി സമ്മർ SUMMER സമ്മർ ഹോളിഡേയ്സ് HOLIDAYS holidays, comma we go dash my grandmother's apostrophe GRANDMOTHER apostrophes grandmother's place PLACE place. Okay, I will repeat the question. Dash the summer holidays we go dash my grandmother's place. ഞാനൊരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് നിങ്ങൾ അതിനകത്ത് കയറി ക്ലിക്ക് ആവും. അതിന് ഞാൻ മിണ്ടായിരിക്കുന്നത് അല്ല. അതിന്റെ അർത്ഥം പറഞ്ഞാല് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് അർത്ഥം പറയാം. പറയട്ടെ? പറഞ്ഞോളൂ അശു. ഇൻ സമ്മർ ഹോളിഡേയ്സ് വി ഗോ അറ്റ് മൈ ഗ്രാൻഡ്മദേഴ്സ് പ്ലേസ്. യെസ്. ഇൻ സമ്മർ ഹോളിഡേയ്സ്. ഒരു മിനിറ്റ്. രണ്ടാമത്തെ അച്ചു എന്താ പൂരിപ്പിച്ചേ? അറ്റ്. ഓ, അത് ക്ലിക്ക് ആയില്ലല്ലോ അച്ചു. നമുക്കത് അലീമൊക്കെ ചാൻസ് കൊടുക്കാം. അലീമ കുറച്ചു നേരമായി. During the summer holidays we go to my grandmother's place. Yes, that is correct. Very good, very good, very good. നോക്കിയേ, സമ്മർ ഹോളിഡേയ്സിനിടയ്ക്ക് ഞങ്ങൾ അമ്മയുടെ ഗ്രാൻഡ് മദറിന്റെ പ്ലേസ് നാട്ടിലേക്ക് പോകും. അപ്പൊ നോക്കിയാൽ അത് കറക്റ്റ് ആണ്.
During the summer. That is correct. Summer in the decade. During the summer holidays, we go to my grandmother's place. Grandmother's place. Yes. Naina, next is your turn. Indira, 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 was punished, 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 dash, her mother, dash, copying, 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 dash, her neighbors, apostrophe center, NEIGHBOUR, apostrophe S, neighbors, book, BOOK, book. Okay, I will repeat the question. Indira was punished, dash, her mother, dash, copying, dash, her neighbor's book. പറയട്ടെ? Oh, very good. സമയമൊന്നും എടുത്തില്ല നയന. Very good. പറഞ്ഞോളൂ നയന. Indira was punished by her mother for copying of her neighbor's book. Copying Of her neighbor's book. ഒരു സ്ഥലത്ത് കല്ല് കടിച്ചല്ലോ നയന. ഒന്നുകൂടി ആലോചിച്ച്. ഓഫിന്റെ അടുത്ത്. Yes. ഓഫിന്റെ അടുത്ത് കല്ല് കടിച്ചു. ചാൻസ് തരാം, ആലോചിച്ചോളൂ. നൈബറിന്റെ ബുക്കിൽ നിന്നും കോപ്പി അടിച്ചത് ഞാൻ. Yes, okay. Very good. എന്താണ് രേവതി ജയം പറയുമ്പോ? പറയട്ടെ അറിയാൻ വന്ന Indira was punished by her mother for copying from her neighbor's book. Yes, okay, very good രേവതി. നയന അവിടെ ഫ്രം ആണ് വരാം. നൈബറിന്റെ ബുക്കിൽ നിന്നും കോപ്പി അടിച്ചതിന് ഇന്ദിരയുടെ അമ്മ അവളെ ശകാരിച്ചു. നിന്നും എന്ന് വരുമ്പോ ഫ്രം മീ, എന്നിൽ നിന്നും നമ്മൾ സാധനം എഴുതിയിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഫ്രം നൈബേഴ്സ് ബുക്കാണ്. അപ്പൊ ഇനി നമുക്കൂടെ നോക്കാം. ഇന്ദിര വാസ് പണിഷ്ഡ്, ശിക്ഷിച്ചു. ഇന്ദിരയെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആണ്. അതിന്റെ തൊട്ട് അരികത്ത് ബൈ വരും. പാസീവ് വോയിസിൽ എപ്പോഴും ബൈ വരും. വാസ് പണിഷ്ഡ് ബൈ, വാസ് കിൽഡ് ബൈ, കേട്ടാ. അങ്ങനെ വരുമ്പോ എപ്പോഴും ബൈയേ വരുള്ളൂ. ബൈ ഹെർ മദർ, ഇന്ദിര അവളുടെ അമ്മയാൽ ശിക്ഷിക്കപ്പെട്ടു. കോപ്പി അടിച്ചതിന് വേണ്ടി, അല്ലെങ്കിൽ കോപ്പി അടിച്ചതിന്, ഫോർ കോപ്പി, ഫോർ ആണ് കറക്റ്റ്. എവിടെ നിന്ന് കോപ്പി അടിച്ചതിന്? ഹെർ നൈബേഴ്സ് ബുക്ക്, അവളുടെ അരികത്തിരിക്കുന്ന ആളിന്റെ ബുക്കിൽ നിന്നും കോപ്പി അടിച്ചില്ല. അപ്പൊ ഫ്രം ആണ് കറക്റ്റ്. യെസ്, ഓഫ് അല്ല, യെസ്. അനു, നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. ഓ, അനുന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കിട്ടിയല്ല. മോഹൻ did not attend ATT
END. Attend. Attend the class. The class dash Monday. M capital letter MONDAY. I will repeat the question. Mohan did not attend the class dash Monday. Sir, since alle. Sir. Yeah. Since alle. Since ഒന്നുകൂടി ആലോചിച്ച്. From ആണോ? എന്ത് പറ്റിയു? Sir, on ആണോ? Yes, ഇപ്പൊ കറക്റ്റ്. ഓൺ ആണ് കറക്റ്റ്. ഓൺ സിൻസ് വരും, പക്ഷെ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒഴുങ്ങോ? മൺഡേ മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. മൺഡേ മുതൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രസന്റ് പെർഫെക്റ്റോട് മാറും. യെസ്, അവിടെ എപ്പോഴും സിൻസ് വരുന്ന സ്ഥലത്ത് എപ്പോഴും ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കയറി വരും. ഇത് ഡിഡ് നോട്ട്, ഇത് സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസ് ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ. അപ്പൊ അത് മൺഡേ അവന് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ഐ ഡിഡ് നോട്ട് കം ലാസ്റ്റ് ഡേ, ഞാൻ ഇന്നലെ വന്നില്ല. യെസ്, അതുപോലെയാണ് ഐ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ് ഓൺ മൺഡേ. കറക്റ്റ്. ക്ലാസ് കഴിഞ്ഞോ? സാർ ഇടയ്ക്ക് സ്റ്റക്കായി, ഇവിടെ പോയി കാണുന്നില്ല. ഞാനെങ്കും പോയിട്ടില്ല ലീമ, ഇവിടെ തന്നെ ഇൻഡസ്ട്രി അത് കംപ്ലൈന്റ് ആയതാണ്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഈ ക്യാബിനിൽ മാത്രം ഒരു കുഴപ്പമുള്ളത്, കറണ്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്ട് ആവും. ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അനുപോയ. യെസ്, അപ്പൊ നമുക്ക് ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വേറെ പറയാം. എങ്ങനെ പോയി? അപ്പൊ ഞങ്ങൾക്ക് വേണം രഞ്ജിനി നോയൽ. ഓക്കെ, രഞ്ജിനി
No ഇല്ല കേട്ടോ. Very good. She has been away, away, dash Sunday, yes. വാല് പൊക്കി എന്ന് വിചാരിച്ചാലും കയറിടത്തരുത്, ആലോചിച്ചിട്ട്. എഞ്ചിനീയർ ഓയിൽ കറക്റ്റ് കേട്ടോ. And she has been away dash Sunday എന്നാണോ? അതെ. സിൻസ് യൂസ് ചെയ്യാവോ സർ? യെസ്, വെരി ഗുഡ്. ഞാൻ ഓൺ വെക്കൂന്ന് വിചാരിച്ചിട്ടാണ് വാല് പൊക്കി എന്ന് വിചാരിച്ചാലും കയറിടത്തരുത് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് തൊട്ട് മുന്നില് നേരത്തെ ഒരെണ്ണം നമ്മുടെ അതിന് ചെയ്തപ്പോ അവിടെ സിൻസ് ആദ്യം പറഞ്ഞു. ഇവിടെ സിൻസ് വരും, കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് ബീൻ. അപ്പൊ ടെൻസ് നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഞായറാഴ്ച മുതൽ അവനിവിടെ ഇല്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ അത് കറക്റ്റ് ആണ്. സിൻസ് ആണ് ഇവിടുത്തെ കറക്റ്റ്. സിൻസ് കറക്റ്റ് ആൻസർ. ഓക്കെ. സൈബ, അടുത്ത സൈബക്കുള്ള ടേണാണ്. എഴുതിക്കോളൂ. He goes, GOES, goes dash bed, BED, bed dash ten o'clock, 10 o'clock, and gets up, GETS, gets up, UP, gets up dash sunrise, SUNRISE. I will repeat the question. He goes dash bed dash 10 o'clock and gets up dash sunrise. He goes on bed at 10 o'clock and gets some during sunrise. ആദ്യത്തിന് എന്താണ് പൂരിപ്പിച്ചേ? He goes on bed. അപ്പൊ ഒരെണ്ണം ശരിയുണ്ട് സൈബ. സൈബയുടെ കറക്റ്റ് ആണ്. രണ്ടെണ്ണത്തിന് മിസ്റ്റേക്ക് ഉണ്ട്. He goes in bed. ഒന്നുകൂടി ആലോചിച്ചു. ടൈമില്ല, ഒന്നുകൂടി ചിന്തിച്ചു. ഒരെണ്ണം കറക്റ്റ് ആണ്. ഏതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞില്ല. അത് പറയേണ്ടത് മടുക്കുന്നതുകൊണ്ട് അത് സ്വന്തമായിട്ടത് നോക്ക്, നമുക്ക് കറക്റ്റ് ചെയ്യും. യെസ്, പ്രിയ ജോയി ഒരു ചാൻസ് തരാം. പ്രിയ ജോയി പറഞ്ഞോളൂ. ഹി ഗോസ് ടു ബെഡ് ആണോ? പറയും. ബൈ 10 o'clock. കൊച്ചിലേക്ക് റെഡി ആയി. ഓക്കെ, ഞാൻ വിളിച്ചോളാം. പറഞ്ഞോളൂ.
He Shaiba. goes Ah. to bed at 10 o'clock and gets some the sunrise. Yes. നമുക്ക് കറക്റ്റ് ഇവിടെ നോക്കാം കേട്ടോ. നോക്കി, ഹി ഗോസ് ടു ബെഡ് ആണ് കറക്റ്റ്, ടു ആണ് കറക്റ്റ്. ബെഡിലേക്ക് പോകുന്നു, ബെഡിലേക്ക്, ടു ആണ് കറക്റ്റ്, ടു ഈസ് കറക്റ്റ്, ടു. പിന്നെ അടുത്ത് നോക്കിയ അറ്റ്, പിന്നെ പറഞ്ഞേക്കുന്നത് 10 o'clock എന്നാണ്. സമയം പറയുമ്പോൾ എപ്പോഴും അവിടെ എന്തായിരിക്കും? അറ്റായിരിക്കും. അത് കറക്റ്റ് ആണ്, അറ്റ്. അത് ഷൈബ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, അറ്റ് 10 o'clock ആണ്. ഇനി ഡാഷ് സൺറൈസ് ആണ്. അതായത് ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഉള്ള ഒരു പോയിന്റ് ഓഫ് ടൈം, അത് വേണമെങ്കിൽ രാത്രിയാവാം, അത് വേണമെങ്കിൽ പ്രഭാതമാവാം, അത് വേണമെങ്കിൽ സന്ധ്യയാവാം, ഉഷസ്സാവാം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഉച്ചയാവാം. അതായത് അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ അറ്റാവലുള്ളൂ. അറ്റ് നൂൺ, അറ്റ് സൺസെറ്റ്, അറ്റ് ഡസ്ക്, DUSK, at night, at the midnight, at the, അങ്ങനെ എന്തെങ്കിലും സംഗതി ഒരു ദിവസത്തിന്റെ ഇതേപോലെയുള്ള ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ എപ്പോഴും അറ്റവരുള്ളൂ. അത് സൈഡിലവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ദിവസത്തിന്റെ ചില പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ എപ്പോഴും അറ്റ് എന്നെ ഉപയോഗിക്കാറുള്ളൂ. യെസ്. അപ്പൊ ഇവിടെ എന്താ വരാ? അറ്റ വരാ. നയന, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ പ്രിയ ജോയി, നേരത്തെ പ്രിയ ജോയിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് പ്രിയ ജോയിക്ക് എന്നെ ഒരു ചാൻസ് തരാം. മ്യൂട്ട് ചെയ്തോ? ഞാൻ വിളിച്ചോളാം. യെസ്, വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. മൈ ഫാദർ goes, GOES, goes dash his office His കഴിഞ്ഞിട്ട് എന്താ? office, OFFICE, office. His office dash bus, 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 while, WHIL, while we go dash school, SCHWL, school dash food, FOOD. ഓക്കെ. അപ്പൊ ഇതിനകത്ത് 4 ഡാഷ് ഉണ്ട് കേട്ടോ. ഒന്നുകൂടി പറയാം. മൈ ഫാദർ ഗോസ് ഡാഷ് ഹിസ് ഓഫീസ് ഡാഷ് ബസ് വൈൽ വി ഗോ ഡാഷ് സ്കൂൾ ഡാഷ് ഫുഡ്. എൻ്റെ അച്ഛൻ ഓഫീസിലേക്ക് ബസ്സിൽ പോകുന്നു, ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോകും. My father goes on his office by bus. We go to school by foot. Yes, രണ്ടെണ്ണം കറക്റ്റ് ആണ് പ്രിയ. രണ്ടെണ്ണം ശരിയാണ്. ഷീന ടോമി? Yes, sir. ഒന്ന് പറഞ്ഞോക്കി. My father goes to school or his office by bus while we go to school on foot. Very good. 4 ശരിയാണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് ഷീന. യെസ്, കറക്റ്റ് ആണ്. മൈ ഫാദർ ഡാഷ് ടു ഓഫീസ് ഗോസ് ഡാഷ് ഹിസ് ഓഫീസ്, ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിലേക്ക്, ടു ആണ് കറക്റ്റ്. ഗോസ് ടു ഓഫീസ്. യെസ്. എങ്ങനെയാ പോകുന്നത്? ബസ്സിന്, കാറിന്, ട്രെയിന്, പ്ലെയിന്, അവിടെയൊക്കെ ഈ വാഹനങ്ങൾ വരില്ല, അവിടെയൊക്കെ പയ്യെ വരുള്ളൂ. അപ്പൊ എവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കും,
ബൈ കാർ, ബൈ ബസ്, ബൈ ട്രെയിൻ കേട്ടോ. അവിടെ എല്ലാം ബൈ വരും. യെസ്. എങ്ങനെയാ പോകുന്നത്? ബൈ കാർ കേട്ടോ. എങ്ങനെയാ പോകുന്നത്? ബൈ ബസ്. വാഹനത്തിന് മുന്നിൽ ബൈ. യെസ്. അപ്പോ ബൈ ബസ് ആണ് കറക്റ്റ്. വൈൽ വി ഗോ ഡാഷ് ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിലേക്ക്. ഞങ്ങൾ സ്കൂളിലേക്ക്. അപ്പൊ ടു വരുള്ളൂ. ടു സ്കൂളിലേക്ക്. എങ്ങനെ? നടന്ന്. കാല് ഉപയോഗിച്ച് നടക്കുന്നത്. അപ്പൊ ഓൺ ഫുട്ടാണ് കറക്റ്റ്. ഓൺ ഫുട്ട്. ബൈ ഫുട്ട് അല്ല. ബൈ വരുന്നത് വാഹനം വരുമ്പോഴാണ്. നടക്കുകയാണെങ്കിൽ ഓൺ ഫുട്ട്. ഓൺ ഫുട്ടാണ് കറക്റ്റ്. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തീർന്നിട്ടില്ല. ഇതിനി ബാക്കിയുണ്ട്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ. വേറെ പരിപാടി ക്ലോസ് ചെയ്തോട്ടെ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ 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 ഓക്കെ. വി വിൽ മീറ്റ്. സൈൻ ഔട്ട്. പറഞ്ഞോളൂ. Thank you everyone for today's class. This knowledge will be very useful to us. Thank you, sir. Yes. Okay. We will meet in the next class. Till then, bye. Okay, see. Thank you, sir.